Welcome into CSIR JRF NET examination general aptitude class for all branches. And today this is our third class, and we discuss a topic wise class. We start the topic wise class, and along with the class we discuss some previous questions also. So this is general aptitude class common to all streams of the CSIR NET examination. So lesson 1, chapter 1, lesson 1, number and simplifications. Number and simplifications. ഈ സംഖ്യയും അതിൻ്റെ ചില കാൽക്കുലേഷൻസാണ് പറയുന്നത്. അപ്പോൾ ഏതെല്ലാം തരം നമ്പറുണ്ട്? പലതരം നമ്പേഴ്സ് നിങ്ങൾക്കറിയാമല്ലോ. ദർ ആർ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോമ്പസിറ്റ് നമ്പേഴ്സ്, പെർഫെക്റ്റ് നമ്പേഴ്സ് ആൻഡ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് നമ്പറാണ്. ഇതിൽ നിങ്ങൾക്ക് മിക്കതും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. പ്രൈം നമ്പറൊക്കെ ഈ +2 ക്ലാസ്സിലൊക്കെ മാത്തമാറ്റിക്സ് പഠിക്കുന്നതാണ്. ഈവൻ, നോഡ്, നെഗറ്റീവ് നമ്പർ ഇതൊക്കെ അറിയാം. അതിൽ പിന്നെ ഈ പെർഫെക്റ്റ് നമ്പർ എന്താണ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ എന്താണ്, പ്രൈം നമ്പർ എന്താണ്, അത് ഒന്ന് പറയാൻ. കാരണം അതിൽ നിന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത് പെർഫെക്റ്റ് നമ്പർ എന്താണെന്ന് ഞാൻ പറയുന്നത്. പെർഫെക്റ്റ് നമ്പർ ചിലക്കറിയാമായിരിക്കും, അറിഞ്ഞുകൂടാത്തൊരു പഠിക്കണം. പെർഫെക്റ്റ് നമ്പർ, it is a number when you add up the factors which are less than that number. Factors which are which when you add up all of the factors is less than the number. Factors which is less than the number. All factors which are less than the number will give you that number. അപ്പോൾ അതൊരു പ്രത്യേക നമ്പറാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാറ്റഗറിയാണ്. അവിടെ ഫാക്ടർ നമ്പറിന് താഴെയുള്ള ഫാക്ടർ, നമ്പറിന് ഫാക്ടറായിട്ട് എടുക്കണ്ട, നമ്പറിന് താഴെയുള്ള ഫാക്ടർ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സംഖ്യ കിട്ടും. ഫോർ എക്സാമ്പിൾ 28 ഈസ് എ പെർഫെക്റ്റ് നമ്പർ. 28 ഒരു പെർഫെക്റ്റ് നമ്പറാണ്. ഇത് ഫാക്ടേഴ്സ് 28 ആണ് 1, 2, 4, 7 and 14. അതായത് 1, 2, 4, 7, 14 ഈ 28ൻ്റെ ഫാക്ടേഴ്സാണ്. കാരണം ഇവയെല്ലാം 28 അടങ്ങും. 28 അടങ്ങും, പക്ഷേ 28 എടുക്കരുത്. 28 താഴെയുള്ള ഫാക്ടേഴ്സ് വേണം എടുക്കാനായിട്ട്. ഓൺ ആഡിങ് ദിസ് ഫാക്ടേഴ്സ് എന്നാക്കട്ടെ, അവിടെ പ്രാക്ടീസ് എന്നാണ് വന്നിരിക്കുന്നത്. ഓൺ ആഡിങ് ദിസ് ഫാക്ടേഴ്സ് വി ഗെറ്റ് 28. ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് വി ഗെറ്റ് 28 എന്ന് മതി, ഇറ്റ് വേണ്ട. വി ഗെറ്റ് 28. On adding these factors, we get 28. You correct accordingly. On adding these factors, we get 28. അപ്പോൾ നോക്കിക്കേ, 1 + 2 + 4 + 7 + 14 അത് 28 ആണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഒഴിച്ച് അതിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം കൂട്ടിയാൽ നമുക്ക് ആ സംഖ്യ കിട്ടണം. അത്തരം സംഖ്യയാണ് പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ ചില കറക്ഷനൊക്കെ ഒന്ന് തിരുത്തിക്ക് പറഞ്ഞത്. It is a number which when you add up all the factors which are less than the number, then we will get the number. For example, 28 is a perfect number. If the factors of 28 are 1, 2, 4, 7 and 14, on adding these factors, we get 28. That is 1 + 2 + 4 + 7 + 14 is 28. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ നമ്മൾ കൊടുത്തിരിക്കുക. ഓഫ് ദി ഫോളോയിങ് വിച്ച് ഇസ് നോട്ട് എ പെർഫെക്റ്റ് which is a perfect number. Which is a perfect number of the following which is a നോട്ട് മാറ്റണേ, which is a perfect number പറഞ്ഞു കേൾക്കുക. അവിടെ നോട്ട് കയറി വന്നിട്ടുണ്ട്, നോട്ട് വേണ്ട. ഓഫ് ദി ഫോളോയിങ് വിച്ച് ഇസ് എ പെർഫെക്റ്റ് നമ്പർ എന്നുള്ളതാണ്. അപ്പോൾ ഈ താഴെ പറയുന്നതിൽ ഏതാണ് പെർഫെക്റ്റ് നമ്പർ? 6, 12, 18, 25. അപ്പോൾ പെർഫെക്റ്റ് നമ്പർ ഇവിടെ 6 ആണ്. കാരണം 6 ഒഴിച്ചതിൻ്റെ ഫാക്ടേഴ്സ് 1, 2, 3 ആണ്. ഇത് കൂട്ടി നോക്കി 6 കിട്ടും. വേറെ ഒന്നും ഈ 12, 18, 25 നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റുന്നതല്ല. ഇപ്പോൾ 25 ഇതിൻ്റെ ഫാക്ടർ 1, 5 ആണ്. കൂട്ടി ഒരിക്കലും 20 കിട്ടത്തില്ല. അതുപോലെ 16, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്. 2, 3, 6, 9 അതൊന്നും കൂട്ടിയാൽ 18 കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ 6ൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ
നമുക്ക് 6 കിട്ടും. അതുകൊണ്ട് 6 ഒരു പെർഫെക്റ്റ് നമ്പറാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ്, നോട്ട് വേണ്ട, എ പെർഫെക്റ്റ് നമ്പർ. ഇനി പ്രൈം നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ. പ്രൈം നമ്പേഴ്സിന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ. എ കൗണ്ടിങ് നമ്പർ ഈസ് കോൾഡ് എ പ്രൈം നമ്പർ ഇഫ് ഇറ്റ് ഹാസ് എക്സാക്ട്ലി 2 പോസിറ്റീവ് ഫാക്ടേഴ്സ് ടേബിൾ ഇറ്റ്സെൽഫ് ആൻഡ് 1. ഒരു പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അതിൽ 2 ഫാക്ടർ മാത്രമേ അറിയുള്ളൂ. 1 എന്നുള്ള ഫാക്ടറും ആ സംഖ്യയും. ഒരു പ്രൈം നമ്പർ ഇപ്പോൾ നമുക്കറിയാം, 3 ഒരു പ്രൈം നമ്പറാണ്. അതിനകത്തൊരു ഫാക്ടർ ഉള്ളത് 1ഉം 3 മാത്രമേ ഉള്ളൂ. അതൊഴിച്ച് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പ്രൈം നമ്പർ അല്ല. ഒന്നും ആ സംഖ്യ ഒഴിച്ച് വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ സംഖ്യ പ്രൈം അല്ല, അല്ലെങ്കിൽ പ്രൈം ആയിരിക്കും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ 1 and 100 there are 25 പ്രൈം നമ്പേഴ്സ്. അപ്പോൾ 1 പ്രൈം നമ്പർ അല്ല കേട്ടോ, 1 പ്രൈം നമ്പറായിട്ട് നമ്മൾ എടുക്കാറില്ല. പിന്നെ 2 തൊട്ടാണ് പ്രൈം നമ്പർ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 2 തൊട്ട് നമ്മൾ 100 വരെ പ്രൈം നമ്പർ കൗണ്ട് ചെയ്താൽ 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89 and 97. ഇതാണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ എണ്ണി നോക്കിയാൽ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അതൊരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ആർ ഇൻ ബിറ്റ്വീൻ 1 and 100? അപ്പോൾ നമുക്ക് 25 എന്ന് പറയണം. അപ്പോൾ പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ച് കാണും. അതായത് പിന്നെ ഒന്ന് വേണ്ട, 2, 3 അങ്ങനെ എഴുതണം. ഓഡ് നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. ഓഡ് നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് വെട്ടിക്കളയണം. 3 കഴിഞ്ഞ് 3ാമത്തെ വെട്ടണം, 5 കഴിഞ്ഞ് 5ാമത്തെ വെട്ടണം, 7 കഴിഞ്ഞ് 7ാമത്തെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈം നമ്പർ കിട്ടും. എങ്ങനെയാണ് പ്രൈം നമ്പർ കണ്ടുപിടിക്കുന്നത്? പല മെത്തേഡും കണ്ടുപിടിക്കാനാണ് കേട്ടോ. ആ മെത്തേഡ് ഞാനോട് പറയുന്നില്ല. പ്രൈം നമ്പർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ 2 തൊട്ട് അങ്ങോട്ട് എഴുതണം, 2 എഴുതണം. പിന്നെ അങ്ങോട്ട് ഓഡ് നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. കാരണം ഈവൻ നമ്പേഴ്സൊന്നും പ്രൈമായിട്ട് വരത്തില്ല, ചില പ്രാക്ടീസ് ഉണ്ട്. 2 എഴുതി കഴിഞ്ഞിട്ട് 3 തൊട്ട് 100 വരെ ആണെങ്കിൽ 100 വരെയുള്ള ഓഡ് നമ്പേഴ്സ് എഴുതണം. എന്നിട്ട് 3 തൊട്ട് 3ാമത്തെ വെട്ടണം, 5 തൊട്ട് 5ാമത്തെ വെട്ടണം, 7 തൊട്ട് 7ാമത്തെ വെട്ടണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എണ്ണി എടുത്താൽ പ്രൈം നമ്പർ ആയിരിക്കും. 25 നമ്പേഴ്സ് ഉണ്ട്. അതൊരു മെത്തേഡ്. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ 1, 2, 3 എങ്കിലും തുടർച്ച എഴുതിയാൽ മതി. 1, 2, 3 ഇങ്ങനെ പിന്നെ 6 വരെ അങ്ങോട്ട് എഴുതുക. 1, 2, 3, 4, 5, 6 വരെ എഴുതുക. 1, 2, 3, 4, 5, 6 വരെ എഴുതുക. എന്നിട്ട് അടുത്ത റോയിൽ 7, 8, 12 വരെ എഴുതുക. അടുത്ത റോയിൽ 13, 14 മുതൽ 18 വരെ താഴെ കോളമായിട്ട് ഇരിക്കൊള്ളാം. അപ്പോൾ ഒരു റോയിൽ 1 മുതൽ 6 വരെ, ബാക്കി 6ൻ്റെ തുടർച്ചയായിട്ടുള്ള റോ താഴോട്ട് എഴുതുക, 100 വരെ എഴുതുക. പ്രൈം നമ്പേഴ്സ് വരുന്നത് 1ൻ്റെയും 5ൻ്റെയും താഴെ മാത്രമായിരിക്കും. 1ൻ്റെയും 5ൻ്റെയും താഴെ മാത്രമേ പ്രൈം നമ്പർ വരുള്ളൂ. അതിൽ തന്നെ 1 എടുക്കാൻ പാടില്ല. പിന്നെ ആ 2 റോയിലും 1ൻ്റെയും 5ൻ്റെയും താഴെ റോയിൽ ചിലപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് വരാം, 5ൻ്റെ മൾട്ടിപ്പിൾസ് വരാം, 7ൻ്റെ മൾട്ടിപ്പിൾസ് വരാം. അത് വെട്ടിക്കളയണം. 2 റോയിലും 3ൻ്റെയും 5ൻ്റെയും 7ൻ്റെയും മൾട്ടിപ്പിൾസ് ഉണ്ടോ എന്ന് നോക്കണം. അത് വെട്ടിക്കളയുമ്പോൾ ഇത്രയും നമ്പർ കിട്ടും. അപ്പോൾ പ്രൈം നമ്പറിനെ കുറിച്ച് ഇത്രയും ഓർത്തിരിക്കണം. എത്ര എണ്ണം ഉണ്ട്? 1ന് 100. അപ്പോൾ 1ന് 50 കണക്ക് ചോദിച്ചാൽ എത്ര വരും? അങ്ങനെ ചോദ്യമുണ്ട്. അത് ഒരു ക്വസ്റ്റ്യനാണ്. നോക്കി, ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ആർ ദെയർ ഇൻ ബിറ്റ്വീൻ 20 and 100? ഇവിടെ 15, 16, 17 വരെ കൊടുത്തിട്ട് ഉത്തരം 17. അങ്ങനെ എണ്ണി നോക്കുക. ആ പ്രീവിയസ് പേജിൽ പോയിട്ട് എണ്ണി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 17 പ്രൈം നമ്പേഴ്സ് 20ക്കും 100നും ഇടയ്ക്ക്. അടുത്ത, ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ആർ ദെയർ ഇൻ ബിറ്റ്വീൻ 20 and 70? അത് കൗണ്ട് ചെയ്ത് നോക്കുക. 11 പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് കാണാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രൈം നമ്പർ കണ്ടുപിടിച്ച് എണ്ണം പഠിച്ചിരിക്കണം. ആ നമ്പേഴ്സ് വെച്ചുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്പർ സൊല്യൂഷൻ ലെസണാണ്. അപ്പോൾ അതുകൊണ്ട് നമ്പർ വെച്ചുള്ള ചില ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ 94th ടേം ഓഫ് ദി ഫോളോയിങ് സീക്വൻസ്? ക്വസ്റ്റ്യൻ മാർക്ക് 1, 1, 2, 2, 2, 2, 3, 3, 3, 3, 3, 3, 4, 4, 4, 4, 4, 4, 4, 4 എക്സെട്ര. ഇങ്ങനെ നമ്മൾ എഴുതിപ്പോയി കഴിഞ്ഞാൽ 94ാമത്തെ ടേം ഏതാണ്?
ഇവിടെ എത്ര ടൈമുണ്ട്? 1, 2, 3 അങ്ങനെ കുറേ ടൈമുണ്ട്. ആ കോമ കഴിഞ്ഞ് ഓരോ ടൈമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഈ സീരീസിൽ 94ാമത്തെ ടൈം ഏതാണ്? ഇപ്പോൾ ആൻസർ എ ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്. ആൻസർ ഏതാണ്? ആൻസർ ഇവിടെ സി ആണ്, 10 അതെങ്ങനെ കണ്ടുപിടിക്കണത്? അത് കണ്ടുപിടിച്ചാൽ നമ്മളിത് ഇത്ര എഴുതി പോകാന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഇങ്ങനെ എഴുതി പോകാൻ പറ്റത്തില്ല. അതായത് അടുത്തത് പിന്നെ ഇപ്പോൾ ഇവിടെ 1, 4, 2, 6, 3, 8, 4, 15 അങ്ങനെ നമുക്ക് എഴുതി പോകാൻ വെച്ചാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതിന് നമ്മളൊരു ടാബുലേഷൻ നടത്തിയാൽ മതി. നോക്കി, ഈ 10 ഉത്തരങ്ങളുടെ ടാബുലേഷൻ നടത്തണം. ഇതുപോലെ ഇതാണ് ടാബുലേഷൻ. അത് എല്ലാ കോളം വേണമെന്നില്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കംപ്ലീറ്റ് കോളം എഴുതിയിരിക്കുന്നത്. ടാബുലേഷൻ നടത്തിയാൽ മതി. നോക്കിയേ, അപ്പോൾ ആ കോളത്തിൽ ആദ്യം സെറ്റാണ്, പിന്നെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഇൻ ദ സെറ്റ്, ക്യുമുലേറ്റീവ് നമ്പർ ആകെത്തുകയാണ്, പിന്നെ ഓൾ എലമെൻറ്റ്സ് ഇൻ ദി സെറ്റ് ആർ. എത്ര എലമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയും. അപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ സെറ്റ് അത് 1ൻ്റെ സെറ്റാണ്, 2 ഉള്ളത്. അപ്പോൾ 2 × 1 2 സംഖ്യ, 2 × 1 2 സംഖ്യയാണുള്ളത്. അപ്പോൾ അതിന് ക്യുമുലേറ്റീവ് സം 2 ആണ്. വരുന്ന ഫാക്ടർ 1 ആണ്. പിന്നെ അടുത്ത രണ്ടാമത്തെ സെറ്റ് അത് 4, 2 ആണ്. അപ്പോൾ 2 × 2 എന്ന് എഴുതാം. 4 2 അപ്പോൾ 2 × 2 അപ്പോൾ 4 വരും. 4 സംഖ്യ അവിടെ ഉള്ളത്. അപ്പോൾ അതിന് ക്യുമുലേറ്റീവ് സം 6 വരും. കാരണം ഈ 4 ആ മുകളിലത്തെ 2 കൂട്ടിയാണ് 6 എന്ന് എഴുതുന്നത്. അപ്പോൾ അവിടുത്തെ ഈ 6 വരുന്ന ഗ്രൂപ്പ് 6 വരും ടോട്ടൽ. അപ്പോൾ അവിടെ എലമെൻറ്റ് വരുന്നത് 2 ആണ്. പിന്നെ അടുത്തത് 3 ആണല്ലോ. 3 6 ഉണ്ട്, 6. അപ്പോൾ 2 × 3 എഴുതാം. അപ്പോൾ ക്യുമുലേറ്റീവ് സം നേരത്തെ ഉള്ള 6 കൂടുമ്പോൾ 12 വരും ടോട്ടൽ. അപ്പോൾ ഈ 6 ഓരോന്നും വരുന്നത് 3 വിശ വരുന്നത് ലാസ്റ്റ് കോള. അങ്ങനെ എഴുതി പോകണം. അങ്ങനെ എഴുതുമ്പോൾ അവസാനം 9 വരുമ്പോൾ 8 ആണ്. 2 × 9 എഴുതാം. 2 × 9. അപ്പോൾ അവിടെ ക്യുമുലേറ്റീവ് സം 90 വരും. പിന്നെ 9 ആണ് അവിടെ റിപ്പീറ്റ് ചെയ്ത സംഖ്യകൾ. പിന്നെ അടുത്ത 10, 2 × 10 20 വരും. അപ്പോൾ ക്യുമുലേറ്റീവ് സംഖ്യ 110 വരും. 10 ആണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് വരുന്നത് 94ാമത്തെ കാണാനല്ലേ പറയാം. 94 നോക്കിയാൽ 90ൻ്റെ 110 ഇടക്കാണ്. 94 90ൻ്റെ 110 ഇടക്കാണ്. അപ്പം 90 കഴിഞ്ഞാൽ 91, 92 മുതൽ 110 വരെയുള്ള 20 സംഖ്യകൾ നമ്മൾ എഴുതുന്ന 10 വെച്ച് എഴുതി പോകണം. 10 വെച്ച് 90 കഴിഞ്ഞാൽ 91, 92, 93 അവയെല്ലാം നമ്മൾ 10 വെച്ചാണ് എഴുതി പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ 10 ആണ്. From this table we can observe that the 94th term occur in the 10th set and all the elements in the 10th set are 10. Hence the 94th term is 10. The 95th term എന്ന് പറഞ്ഞാൽ 10 ആണ്. 96th term 10 ആണ്. പിന്നെ അങ്ങനെ നമുക്ക് ഈ 110ാമത്തെ ടേം വരെ 10 ആണ്. 111ാമത്തെ ടേം ആണെങ്കിൽ അടുത്ത 11 ആയിരിക്കും. അതാണ് ആൻസർ. അടുത്തൊരു പെർഫെക്റ്റ് സ്ക്വയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് ഡിസ്കസ് ചെയ്യുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ, പെർഫെക്റ്റ് നമ്പർ നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എ പെർഫെക്റ്റ് സ്ക്വയർ ഇസ് എ നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഈക്വൽ ഫാക്ടേഴ്സ്. 2 തുല്യ ഫാക്ടറിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു സംഖ്യയെ പറയാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. എ പെർഫെക്റ്റ് സ്ക്വയർ ഇസ് എ നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഈക്വൽ നമ്പേഴ്സ്. Examples, for example, 36 and 49 are perfect squares because 36 is 6 × 6, 49 is 7 × 7. രണ്ട് ഈക്വൽ സംഖ്യകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു സ്ക്വയർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? അതാണ് പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കാൻ വേറെ മാർഗമുണ്ട് കേട്ടോ. ആ മാർഗമാണ് ഇമ്പോർട്ടൻറ്റ്. A perfect square can be recognized by the fact that all of their prime factors are even multiples. ഇവയ്ക്ക് പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ അവയിലെ ഈവൻ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഈ 36 കാര്യത്തിന് എടുത്ത് നോക്കിക്കുക. 36 അപ്പോൾ 6ൻ്റെ 2 പ്രൈം ഫാക്ടറാണ് 2ഉം 3ഉം. അപ്പോൾ 2, 3 അങ്ങനെ വരുന്നത്. അപ്പോൾ അവിടെ ഈവൻ നമ്പറാണ് 3 വരുന്നത്. ഈവൻ നമ്പർ 2, 3 അങ്ങനെയല്ലേ വരുന്നത്.
അപ്പം ഇങ്ങനെ ഈ പ്രൈം ഫാക്ടേഴ്സ് ഡബിൾ വെച്ച് വരും. ഇപ്പോൾ 2 2 ഉണ്ട്, 2 3 ഉണ്ട്. പ്രൈം ഫാക്ടേഴ്സ് ഡബിൾ വെച്ച് വരും. അതാണ് ഇത്തരം പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, അതൊരു എക്സാമ്പിൾ, 900 ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. 30 സ്ക്വയർ ആണല്ലോ, 30 സ്ക്വയർ ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്. ഇപ്പം ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ നമ്മൾ എഴുതുന്നത് 30 എഴുതുകയല്ല, അത് കണ്ടുപിടിക്കുന്ന രീതിയാണ്. 900 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയറിന് 3 സ്ക്വയറിന് 5 സ്ക്വയറാണ്. 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 5 സ്ക്വയർ 25. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 900 കിട്ടും. അപ്പോൾ 2 3 5 അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സാണ്. ഈ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നീട് ഫാക്ടർ ഇല്ല, അതാ അർത്ഥം. പിന്നീട് ഫാക്ടർ ഇല്ല, പ്രൈം നമ്പർ ഫാക്ടേഴ്സ്, പിന്നീട് ഫാക്ടർ ഇല്ല, അതാണ് പ്രൈം ഫാക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ 900നെ 2 സ്ക്വയർ 3 സ്ക്വയർ 5 സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കി 2 2 2 3 2 5 അങ്ങനെ ഡബിൾ വെച്ചാണ് ഈ പ്രൈം ഫാക്ടേഴ്സ് വരുന്നത്. അതാണ് ഈ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ പ്രത്യേകത. 900 is 2 square into 3 square into 5 square. This shows there are 2 2s, 2 3s and 2 5s. Hence 900 is a perfect square. And you understand, no perfect squares ends with 2 3 7 and 8. 2 3 7 8 ഇങ്ങനെ ഈ 4 സംഖ്യ ഒരു സ്ക്വയറിൻ്റെ അവസാനം വരത്തില്ല. ഇപ്പോൾ നമ്മൾ 16 ഉണ്ടെങ്കിൽ 256, 6 വരെയുള്ള അവസാനം. 12 സ്ക്വയർ 144, 4 വരെയുള്ള അവസാനം. ഒരിക്കലും ഒരു സ്ക്വയറിലും 2 3 7 8 വരില്ല. അപ്പോൾ ഒരു സ്ക്വയർ സംഖ്യ കാണാൻ പറഞ്ഞാൽ ഈ 2 3 7 8 വരുന്നുണ്ടോ നോക്കിയിട്ട്, അത് വരുന്നുണ്ടെങ്കിൽ സ്ക്വയറിൽ നിന്ന് അപ്പോഴേ തീർച്ചയാക്കാം. ലാസ്റ്റ് എപ്പോഴും ഒരു പെർഫെക്റ്റ് സ്ക്വയറിൽ 2 3 7 8 വരില്ല. നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എൻഡ്സ് വിത്ത് 2 3 7 and 8. 5 വരും. അപ്പോൾ ഇവിടെ അത്രയൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ നോക്കുക. You say the answer. Which of the following numbers is a perfect square? A 10 22 1 21, B 20 42 1 22, C 30 63 1 26, D 40 83 1 28. ഇവിടെ നമ്മൾ പരീക്ഷ ഹാളിൽ ഇരുന്നിട്ട് റൂട്ട് കണ്ടുപിടിച്ച് കളയാമെന്നാലും വിചാരിക്കരുത്. എന്നിട്ട് പ്രൈവറ്റ് സ്ക്വയർ ആണെന്ന് നിശ്ചയിക്കാം എന്നാലും വിചാരിക്കരുത്. സമയം ഒരുപാട് പോകും. ചെയ്യാൻ പറ്റും, ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ ആദ്യം ഒരു കാര്യം പറയാം, പെർഫെക്റ്റ് സ്ക്വയറിലൊന്നും ഈ 2 3 7 8 വരില്ലല്ലോ. ഇപ്പോൾ 2 8 വരാൻ പാടില്ല. ആ കാരണം കൊണ്ട് ബി ഡി നമുക്ക് ഒഴിവാക്കാം, റൂൾ ഔട്ട് ചെയ്യാം. ബി ഡി ഉത്തരത്തിൽ വരില്ല. അപ്പം ബി ഡി ചോയ്സില്ല. അപ്പോൾ ഉത്തരം കിടക്കുന്നത് എയിലും സിയിലുമാണ്. ഇനി എ ആണോ സി ആണോ നോക്കണം. 1 6 ആണ്, 1 6 അവസാനിക്കാം, സ്ക്വയർ അവസാനിക്കാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് അല്പസമയം എടുക്കും. നമ്മളതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കാണണം. അതിൻ്റെ പ്രൈം ഫാക്ടർ ഉത്തരം 1 എയിലും സിയിലുമാണ് കിടക്കുന്നത്. ഒന്നും എ ആകാം അല്ലെങ്കിൽ സി ആകാം. നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് നോക്കൂ. ബിക്കോസ് ചോയ്സസ് ബി ആൻഡ് ഡി ക്യാൻ, ആൻസർ എ ആണ്. അതിന് കാരണം പറയണം, ആൻസർ ഈസ് എ. അവിടെ ഉത്തരം നമുക്ക് വന്നിരിക്കുന്നത് പ്രൈം ഫാക്ടറുള്ള ചോദ്യം ഉത്തരം എ ആണ്. Because B and D can be choices, B and D can be ruled out because they end in 2 and 8. 2ലും 8ലും അവസാനിക്കുന്നതുകൊണ്ട് ചോയ്സ് ബിയും ഡിയും നമുക്ക് ഒഴിവാക്കാം. അഗെയിൻ മറ്റേത് എയുടെയും സിയുടെയും പ്രൈം ഫാക്ടർ കാണുക നമ്മൾ. അപ്പോൾ എ ഒന്ന് 2 കൊണ്ട് 3 കൊണ്ടൊക്കെ ഹരിച്ചു നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പിന്നെ വരുന്നതിന് പ്രൈം നമ്പറാണ്. അപ്പോൾ അത് എഴുതുമ്പോൾ നമുക്ക് 3 സ്ക്വയർ 3/2 ഇൻറ്റു 337/2 എന്ന് പറയാം. 337 പ്രൈമാണ്, 3 പ്രൈമാണ്. അത് ഡബിൾ വെച്ച് വരുന്നുണ്ട്. 3 സ്ക്വയർ 2 3, 337 സ്ക്വയർ 2 337, 2 പ്രൈം നമ്പർ വന്നിരുന്നുണ്ട്. അതുകൊണ്ട് അത് സ്ക്വയറാണ്. നേരെ മറിച്ച് താഴത്ത് മറ്റേത് നോക്കി, 363121 അത് 2 × 3 × 11 × 4 6 411 എന്ന് വരും. അപ്പോൾ അവിടെ 2 റിപ്പീറ്റ്, അവിടെ ഈ സംഖ്യ റിപ്പീറ്റേഷൻ ഇല്ല, അതുകൊണ്ട് സ്ക്വയർ ഇല്ല. അപ്പോൾ ഈ ബിയും ഡിയും റൂൾ ഔട്ട് ചെയ്തിട്ട് എ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഏതാണ് ആൻസർ. അപ്പോൾ അതൊന്ന് ഫാക്ടറൈസ് നോക്കണം.
Next question. We define a function n, function number equal to sum of digits represented as decimal number. Example, function of f of 137 is 1 plus 3 plus 7 equal to 11. Evaluate function of 2 square, 3 square, 5 square. അത് ഇവാലുവേറ്റ് ചെയ്യാനാണ് ചോദ്യം. അതായത് ഈ ഫംഗ്ഷൻ ഓഫ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനകത്തുള്ള സംഖ്യയുടെ സമ്മാണ്. ഫംഗ്ഷൻ ഓഫ് 137 എഫ് ഓഫ് 137, ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രത്യേക മീനിങ് ആണ്. അതിൻ്റെ ഒരു സിമ്പിൾ എന്ന് കൊടുത്തിരിക്കുകയാണ്, അല്ലാതെ ഇക്വേഷനൊന്നുമില്ല. ഫംഗ്ഷൻ ഓഫ് 137 അതിൻ്റെ അർത്ഥം 1 പ്ലസ് 3 പ്ലസ് 7 ആ സംഖ്യ കൂട്ടിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 11 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് 2 സ്ക്വയർ 2 സ്ക്വയർ അല്ല, 2⁻7 3⁵5 5⁻6 കേട്ടോ. ആ പവർ ഒന്ന് ശരിക്കും നോക്കണേ. 2⁻7 3⁵5 5⁻6 അതിനകത്ത് എത്ര ഡിജിറ്റ് ഇട്ടെന്നാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത് 10 18 28 11 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ ബി ആണ്. അതിനകത്ത് 18 അക്കമുണ്ട്. അപ്പോൾ 18 നമുക്ക് നോക്കിയാൽ കൂട്ടിയാൽ കിട്ടത്തില്ല. ചില ഇത് കൂട്ടും, 2 3 5 കൂട്ടും, 13 8 10 വരും. ചില പവർ കൂട്ടും, 7 5 6 കൂട്ടും. പവർ കൂട്ടിയാൽ ചിലപ്പോൾ 1 വരും അല്ലേ. 7 5 12 6 18 പവർ കൂട്ടിയാൽ 10 വരും. അത് പക്ഷേ ചെയ്യുന്നെങ്കിലും നോക്കിക്കോളേ. ആ പവർ കൂട്ടുമ്പോൾ 10 വരുന്നത് എങ്ങനെ നോക്കുക. നിങ്ങൾ പവർ കൂട്ടിയാലേ കണ്ടുപിടിക്കുന്നത്, സംഖ്യ തന്നെ കണ്ടുപിടിച്ചാലാണ് കണ്ടുപിടിക്കുക. നോക്കൂ, 2⁻7 3⁵5 5⁻6 is equal to 2 into ആ 2⁻7 നമ്മൾ പിരിച്ച് പറയാം കേട്ടോ. 2 into 2⁻6 എന്ന് എഴുതും. 2⁻6 5⁻6ൻ്റെ കൂടെ എഴുതും. അപ്പോൾ 2 into 3⁵5 into 2⁻6 into 5⁻6 നമുക്ക് എഴുതാം. ആ 2⁻7 പിരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഒന്നും റിപ്പീറ്റ് ചെയ്യുമ്പോൾ 2 into 3⁵5 into 2 into 5⁻5 6. 2⁻6 into 5⁻6 is 2 into 5 6. 5 into 10. ഇപ്പോൾ 2 into 3⁵5 into 10⁻6. അപ്പോൾ 2 into 3⁵5 എന്ന് പറഞ്ഞാൽ നമുക്ക് 486 കിട്ടും. 486. അതായത് 3⁵5 243 ആണ്. 243 into 2 486 into 10⁻6. അപ്പോൾ 10⁻6 6 പൂജ്യം ചേർക്കണം. അപ്പോൾ മൊത്തം വരുന്ന 486 000 000. അപ്പോൾ ഇതിലെ ഡിജിറ്റൽ കൂട്ടുമ്പോൾ 6 8 4 4 8 6 കൂട്ടുമ്പോൾ 18 കിട്ടും. 18 ആൻസർ. അപ്പോൾ ആൻസർ 18. അപ്പോൾ ഇവിടെ ആ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പവർ കൂട്ടിയാൽ ഉത്തരം കിട്ടുന്നുണ്ട്. 6 5 11 7 18. പക്ഷെ പവറല്ല നമ്മൾ ശരിക്കും കൂട്ടിയെടുക്കേണ്ടത്, പവർ കൂട്ടിയാൽ ശരിയാവുന്നത് മാത്രം ഇവിടെ. അപ്പോൾ അത് ആ എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് 18 ആൻസർ കിട്ടുന്നത്. എക്സ്പാൻഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എഫ് ഓഫ് 137 14 സംഖ്യയെങ്കിൽ എഫ് ഓഫ് ആ ബ്രാക്കറ്റ് കാണുന്ന 2⁻7 3⁻8 5⁻6 എത്രയാണ്? പവേഴ്സ് കൂട്ടി പറയുമ്പോൾ ഉത്തരം കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A mouse has to go from a point A to B without retracing any part of the path and never moving backwards. What is the total number of distinct paths that the mouse may take to go from A to B? അപ്പോൾ ഇവിടെ ഒരു പാത്ത് തന്നിരിക്കും, ഒരു വഴി. പാത്ത് ഏത് ബിയിലേക്ക് പോകണം.
പാത്താണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലൈനിലൂടെയാണ് ഈ മൗസ് എലി പോകുന്നത്. എങ്ങനെയൊക്കെ പോകാൻ നോക്കിയേ, ആ ഫുൾ ലൈനിനകത്ത് കൂടി പോകണം, ലൈനിന് പുറത്തുകൂടി പോകണം. അപ്പോൾ ആദ്യം ഒരു വന്നിട്ട് 2 വഴിക്ക് പോവാം, പിന്നെ വന്നിട്ട് 4 വഴിക്ക് പോവാം, പിന്നെ ഒരു 3 വഴിയുണ്ട്, പിന്നെ ഒരു 2 വഴിയുണ്ട്. അങ്ങനെ ബിയിലെത്താം. അപ്പോൾ ഏത് ബിയിലേക്ക് മൗസ് പോവുകയാണെങ്കിൽ ഡിഫറൻറ്റ് റൂട്ട്, റാൻഡം റൂട്ട് ചൂസ് ചെയ്താൽ എത്ര വഴിയിലൂടെ, ഏതെല്ലാം പാത്തിലൂടെ, ഏതെല്ലാം കോമ്പിനേഷനിൽ അതിന് പോകാൻ പറ്റുമെന്നാണ് ചോദ്യം. നിങ്ങൾ പടം നോക്കണം, പടത്തിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. ഏത് ബിയിലേക്കൊരു മൗസ് പോവുകയാണ്, അത് ആദ്യം ഒരു 2 പാത്തുണ്ട്, 2 പാത്തായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. പിന്നെ ആ പാത്ത് 4 പാത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, പിന്നെ ഒരു 3 പാത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, പിന്നെ ഒരു 2 പാത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഏത് പാത്തിലൂടെ പോകാം, അങ്ങനെ പോയാൽ എത്ര കോമ്പിനേഷൻ പാത്തുകളുണ്ടെന്നാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ ഉത്തരവാദി പറഞ്ഞിരിക്കുന്നത് 11 പാത്ത്, 48, 72, 24 പാത്സ്. 11 തരത്തിൽ പോകാം, 42 തരത്തിൽ പോകാം, 72, പിന്നെ 24 തരത്തിൽ. അവൻ്റെ ഉത്തരം നോക്കിയേ. അപ്പം ഇത് പോകുന്ന വഴികൾ നമുക്കിങ്ങനെ ഭാവിക്കാം. Between A and B, there are 4 junctions with 2, 4, 3, 2 paths respectively. 2, 4, 3, 2 paths ആണ് ഉള്ളത്. For the first 2 paths, there are 4 paths each. And for each of the 4 paths, there are 3 paths each. And for each of the 3 paths, there are 2 paths each. Then by the fundamental principle of counting വെച്ച് പറയാം, നമ്മൾ കൗണ്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് വരുന്നത്, the total number of distinct paths from A to B equal to 2 into 4 into 3 into 2, അത്രയും paths equal 48. The answer is 48. Answer is 48. That is answer B. That is the answer. With this, the third lecture on general aptitude is over. We continue in the next class. Thank you.